ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നൊരു ടോപ്പിക്ക് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. പലർക്കും അതെന്താണെന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷെ നമ്മളെപ്പോഴും ആൾക്കാർ ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു വാക്കാണ് ഫെമിനിസം എന്നുള്ളതിൻ്റെ മീനിങ്. കറക്റ്റായിട്ട് ആൾക്കാർക്ക് അറിയില്ല. ഫെമിനിസം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് മെയിൽ ഷോവിനിസം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് തമ്മിലുള്ള ഡിഫറൻസ്, ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഞാൻ ഷോർട്സ് ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഷോർട്സിൽ തീരുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ആദ്യം ഫെമിനിസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഫെമിനിസം എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്കും ആണുങ്ങളെ പോലെ തന്നെ റൈറ്റ്സ് വേണമെന്ന് പറയുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ് വേണം, പെണ്ണുങ്ങളോട് ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറയുന്നതിനാണ് ഫെമിനിസം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഈക്വൽ റൈറ്റ്സ് നമുക്ക് കിട്ടണം, ആണുങ്ങൾക്ക് എന്തൊക്കെ റൈറ്റ്സ് കിട്ടുന്നു അതെല്ലാം നമുക്ക് കിട്ടണമെന്ന് പറയുന്നതാണ് ഫെമിനിസം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫെമിനിസ്റ്റ് ആണോ, ഞാനൊരു ഫെമിനിസ്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ യെസ്, ഞാൻ വിമൻസ് റൈറ്റിന് വേണ്ടിയിട്ട് പറയുന്ന ഒരാൾ തന്നെയാണ്. എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ, എനിക്ക് ഈക്വൽ ആയിട്ടുള്ള റൈറ്റ്സ് കിട്ടിയിട്ടില്ല. എൻ്റെ ലൈഫിൽ ഞാൻ കുഞ്ഞിലേ മുതൽ എനിക്ക് കിട്ടിയിട്ടില്ല. തീരെ ഇല്ലാതിരുന്ന സ്ഥലത്ത് നിന്ന് ഫൈറ്റ് ചെയ്ത് കുറേയൊക്കെ വാങ്ങിയെടുക്കാൻ ഞാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പോഴും ഫുള്ളായിട്ട് കിട്ടിയിട്ടില്ല. അതൊക്കെ കിട്ടാൻ കുറച്ച് സമയം എടുക്കും. നമ്മളുടെ ഒരു ചുറ്റുപാട് വെച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് കിട്ടുന്ന കാര്യമല്ല. മേ ബി ഒരു 2050-75 ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും കുറച്ചുകൂടി നല്ല ഇമ്പ്രൂവ്മെൻറ്റ് വരും. ഇപ്പോൾ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടു തുടങ്ങിയിട്ടുണ്ട്, അല്പം പ്രോഗ്രസീവായിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രം, പ്രോഗ്രസീവായിട്ടുള്ള ഫാമിലികളിൽ മാത്രം. പിന്നെ ഞാനൊരു എക്സാമ്പിൾ പറയാം. എൻ്റെ ലൈഫിലുണ്ടായ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് പറയാം. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂട്ടറിലോ വണ്ടിയിലോ, ഏത് വണ്ടിയിലാണെന്ന് വെച്ചാൽ പൊയ്ക്കോട്ടെ, നമ്മൾ പോവുകയാണെങ്കിൽ ഒരു പെണ്ണ് ഒരു ആണ് ഡ്രൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ റൈഡ് ചെയ്യുന്ന വണ്ടിയെ ഓവർടേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ചില ആണുങ്ങൾക്ക് അതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർക്ക് ആ സമയത്ത് അവരുടെ അകത്തുള്ള മെയിൽ ഷോവിനിസം, അത് ഞാൻ എന്താണെന്ന് പറഞ്ഞില്ല, അത് പറഞ്ഞുതരാം. മെയിൽ ഷോവിനിസം എന്ന് പറഞ്ഞാൽ പുരുഷ മേധാവിത്വം അങ്ങോട്ട് ഇളകിയിട്ട് അവർക്ക് പറ്റില്ല. അവർക്ക് പിന്നെ ഓവർടേക്ക് ചെയ്താലേ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് പലപ്പോഴായിട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു ദിവസം ഞാൻ വർക്കിന് പോകുമായിരുന്നു. അപ്പോൾ ഇടപ്പഴിഞ്ഞിലേക്ക് പോകുന്ന റോഡാണ്. അപ്പം അധികം തിരക്കില്ലാത്തൊരു റോഡാണ് കേട്ടോ. അവിടെ പിന്നെ ഞാനിങ്ങനെ ഓടിച്ചുകൊണ്ട് പോവുകയാണ്, ഞാൻ സ്കൂട്ടർ ഓടിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ഒരാൾ എൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുവാണ്. അയാൾ പതുക്കെയാണ് പോകുന്നത്. പതുക്കെയെന്ന് പറഞ്ഞാൽ ഒരു 30-ലാണ് പോകുന്നത്. ആ റോഡിൽ വേറെ വണ്ടികളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ യൂഷ്വലി ആ റോഡിൽ പോകുന്ന സ്പീഡെന്ന് പറഞ്ഞാൽ ഒരു 40-50 ഇടയിലാണ് ഞാൻ പോകുന്നത്. 40-45 പോകും. വലിയ തിരക്കില്ലാത്ത റോഡാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ട്രാഫിക്കും തിരക്കൊക്കെ ഉള്ള റോഡുകളാണ്. അപ്പോൾ ആ റോഡിൽ ഞാൻ ഈ സ്പീഡിലാണ് പോകുന്നത്. അപ്പം ആ പുള്ളിക്കാരൻ ഒരു 30-ലാണ് പോകുന്നതെങ്കിൽ എനിക്കൊരു 40-ൽ പോകണം, 40-45 എനിക്ക് പോകണം. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് ഞാൻ അതിനെ ഓവർടേക്ക് ചെയ്തു. ഫ്രണ്ടിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ആ പുള്ളിക്കാരനത് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ ഓവർടേക്ക് ചെയ്ത് സഹിക്കാൻ പറ്റിയില്ല. പുള്ളിക്കാരൻ എന്നെ ഓവർടേക്ക് ചെയ്ത് പൊയ്ക്കോട്ടെ, അതല്ല ചെയ്യുന്നത്. എന്നെ ഓവർടേക്ക് ചെയ്തു എൻ്റെ ഫ്രണ്ടിൽ കയറിയതിന് ശേഷം പിന്നെ അങ്ങ് സ്ലോ ആവുകയാണ്. പിന്നെ സ്ലോ ആയി പുള്ളി അങ്ങ് 20-ൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, 20 km/h പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പിന്നെ ഓവർടേക്ക് ചെയ്തപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ കയറാൻ വേണ്ടി പിന്നെയും സ്പീഡ് കൂട്ടി എടുത്തതിന് ശേഷം പിന്നെയും സ്ലോ ചെയ്യും. ഇതിങ്ങനെ 3-4 പ്രാവശ്യം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതെന്താണ് അതിൻ്റെ കാര്യം? പുള്ളിക്കാരൻ്റെ അകത്തുള്ള മെയിൽ ഷോവിനിസവും അതുമാത്രമല്ല, വേറെയും പല കാര്യങ്ങളും ഉണ്ടായിരിക്കും. എന്തോ അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. പിന്നെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളല്ല കേട്ടോ. വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടും വിവരം ഇല്ലാഞ്ഞിട്ടും ഒന്നുമല്ല. ആളുടെ കഴുത്തിൽ ടാഗ് ഞാൻ കണ്ടതാണ്. ഒരു നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ ടാഗ് കഴുത്തിലിട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാഞ്ഞിട്ടും വിവരം ഇല്ലാഞ്ഞിട്ടും ഒന്നുമല്ല ഇങ്ങനെ ചെയ്യുന്നത്. അവിടെ സ്റ്റോക്കിങ് കൂടെ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ അവൾ പോകണ്ടെന്നുള്ളതും കൂടെ ഉണ്ട്. ഇനി എനിക്ക് മെയിനായിട്ട് പറയണമെന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അവർക്കൊന്നും അത് കറക്റ്റായിട്ട് എത്ര അവർ ഉൾക്കൊണ്ടിട്ടുണ്ടോയെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്ന് വെച്ചാൽ ഫെമിനിസത്തിനെ കുറിച്ചിട്ടുള്ള മിത്തുകൾ. ഫെമിനിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു ആണുങ്ങൾക്ക് എതിരെയുള്ളതാണ്. ആണുങ്ങളെ തീരെ ഇഷ്ടമല്ലാഞ്ഞിട്ടാണ്, ആണുങ്ങളെ താഴ്ത്തിയിട്ട്
ഫീമെയിൽ സുപ്യൂരിറ്റി എന്താ ഫീമെയിൽസിനെ വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഫീമെയിൽ സുപ്യൂരിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴിയായിട്ടാണ് അവർ ഫെമിനിസ്റ്റ് കാണുന്നത്. പക്ഷേ ശരിക്കും ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈക്വൽ റൈറ്റ്സ് വേണം. അവിടെ ഡിസ്ക്രിമിനേഷൻ പാടില്ല. പെണ്ണുങ്ങൾക്ക് മാത്രം ഡിസ്ക്രിമിനേഷൻ പാടില്ല. ആണുങ്ങളെ പോലെ തന്നെ പെണ്ണുങ്ങൾക്കും ചെയ്യാമെന്നുള്ളതാണ് ഫെമിനിസ്റ്റ് ഐഡിയ എന്ന് പറയുന്നത്. പക്ഷേ അത് പലർക്കും മനസ്സിലായിട്ടില്ല. അത് ഏറ്റവും 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 വലിയൊരു മിത്ത് തന്നെയാണ്. ആൻറ്റി മെന്നാണ്. ഫെമിനിസ്റ്റ് ഈസ് ഈക്വൽ ടു ആൻറ്റി മെൻ എന്നുള്ളൊരു തോട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ വിചാരിച്ച് വെച്ചേക്കുന്നതെന്ന് പറഞ്ഞാൽ ആ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ഇങ്ങനെ കാര്യങ്ങൾ പറയുന്ന പെണ്ണുങ്ങൾ അവർക്ക് ആണുങ്ങളെ ഇഷ്ടമല്ല, അവർക്ക് ആണുങ്ങളെ താഴ്ത്തി കെട്ടണം, അവരെ താഴെ ആണുങ്ങളാവണം എന്നുള്ളതാണ് അവരുടെ ചിന്ത. പക്ഷെ അത് മേജർ മിത്താണ്. പിന്നെ ഒരു മിത്തെന്ന് പറയുന്നത്, രണ്ടാമത്തെ ഒരു മിത്തെന്ന് പറഞ്ഞാൽ ഫെമിനിസ്റ്റ് നമ്മളുടെ ഒരു കൾച്ചറിന് ചേർന്ന രീതിയല്ല. എന്ന് വെച്ചാൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഫാമിലി റോൾസ്, അമ്മയാവുക, വീട്ടമ്മയാവുക എന്നുള്ളതൊക്കെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണെന്നുള്ളത്. അത് ശരിയല്ല, അതൊരു മിത്താണ്. അപ്പോൾ ഇനി മെയിൽ ഷോവിനിസം എന്താണെന്ന് പറയാം. മെയിൽ ഷോവിനിസത്തിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ആണുങ്ങളാണ് വലുത്, ആണുങ്ങളാണ് പെണ്ണുങ്ങളെക്കാട്ടി മുകളിൽ നിൽക്കേണ്ടതെന്നുള്ള മനസ്സിലുള്ളവർ. മെജോറിറ്റി ആണുങ്ങളും അങ്ങനെ തന്നെയാണ്. ഒരു 1% വല്ലതും ഉണ്ടെങ്കിലേ ഉള്ളൂ ആ പെണ്ണുങ്ങൾ നമ്മളെപ്പോലെ തന്നെയാണ്, അവർ മനുഷ്യരാണെന്നൊക്കെ കാണുന്നവർ. ഈ മെയിൽ ഷോവിനിസത്തിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് അവർക്ക് ആദ്യം ഒരു കാര്യം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ അത് മാറാൻ വേണ്ടിയിട്ട് പെണ്ണുങ്ങളെ മനുഷ്യരാണെന്ന് കാണുക എന്നുള്ളതാണ്. പിന്നെ ഈ മെയിൽ ഷോവിനിസ്റ്റിൻ്റെ കാര്യം പറയാം. മെയിൽ ഷോവിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ പുരുഷ മേധാവിത്വം എന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് വലുത്, ഞങ്ങൾ പെണ്ണുങ്ങളെക്കാട്ടി മുകളിൽ നിൽക്കണം എന്ന് അഭിപ്രായവും വാദിക്കുകയും ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. നമ്മൾ ഈക്വൽ റൈറ്റ്സ് നമുക്ക് തരണ്ട, എന്നാലും നമുക്ക് അത്യാവശ്യം മനുഷ്യനാണെന്നുള്ള പരിഗണന തന്നൂടെ? മനുഷ്യനാണെന്നുള്ള പരിഗണന അത് നമുക്ക് കിട്ടാറില്ല. അതിന് മെയിനായിട്ട് ആ പരിഗണന കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ മനസ്സിൽ നമ്മളൊരു വസ്തുവല്ല, നമ്മളൊരു ജീവിയാണ്, നമ്മളൊരു മനുഷ്യനാണ് എന്നുള്ളൊരു തോട്ട് വരണം. അത് പലർക്കും ഇല്ലയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലർ പെണ്ണുങ്ങളെ കാണുന്നത് എന്താണ്, ചരക്ക്, ആടാ അടിപൊളി ചരക്കടാ എന്ന് പറയുന്നത് ഒരുപാട് തവണ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പറയുന്നവർ അത് മനുഷ്യനായിട്ട് കണ്ടിട്ടാണോ പറയുന്നത്? അല്ല, മനുഷ്യനായിട്ട് കണ്ടിട്ടല്ല പറയുന്നത്. അവർക്കതൊരു വസ്തുവാണ്, അവരുടെ ആവശ്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു വസ്തു. അതിന് ഇമോഷനുമില്ല, അതിന് വികാരങ്ങളുമില്ല, അതിന് സങ്കടമില്ല, അതിന് മനസ്സില്ല. അവരെന്താണ് വിചാരിക്കുന്നത് അവർ നടക്കണം. അതാണ് ഈ മെയിൽ ഷോവിനിസത്തിൻ്റെ മെയിൻ കാര്യം. പക്ഷെ അവർ അക്സെപ്റ്റ് ചെയ്യില്ല കേട്ടോ. അവരതാണ് മനസ്സിൽ വിചാരിച്ച് വെച്ചിരിക്കുന്നതെന്ന് അവർക്ക് തന്നെ ചിലപ്പോൾ അറിയുന്നുണ്ടാകത്തില്ല. കാരണം അവരെ ഫാമിലിയിലും അവർ കണ്ടുവന്നതും അവരുടെ വീട്ടിലെ സാഹചര്യങ്ങളിലും എല്ലാം അതാണ് നോർമൽ. മെയിൽ ഷോവിനിസം ഈസ് നോർമൽ, ഫെമിനിസം അബ്നോർമൽ. അപ്പം ഫെമിനിസ്റ്റായിട്ടുള്ളവർ വളരെ കുറവാണ്, 1% ഞാൻ കാണുന്നുള്ളൂ. ആണുങ്ങളിൽ ഫെമിനിസ്റ്റായിട്ട് പെണ്ണുങ്ങൾക്കും റൈറ്റ്സ് ഉണ്ട്, അവരെ നമ്മൾ മാനിക്കണമെന്ന് ഉള്ളവർ വളരെ കുറവാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കഴിവ്, ബുദ്ധി, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എല്ലാം പെണ്ണുങ്ങൾ ആണുങ്ങളെക്കാട്ടി താഴെയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് കേട്ടോ. അപ്പോൾ എല്ലാ പെണ്ണുങ്ങളെ അവർ ഒരേപോലെ തന്നെ കാണുന്നത്. ഒരു സെൻസിബിളായിട്ടുള്ള, ഒരു വിവേകമുള്ള ഒരു പെണ്ണിനെയൊന്നും അവർക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പെണ്ണുങ്ങൾ ഇങ്ങനെ അല്ലല്ലോ. വിമൻ കോഫി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസൊക്കെ കാണാൻ പറ്റുമല്ലോ. എന്ന് പറഞ്ഞാൽ സില്ലിയാണ്, പെണ്ണുങ്ങളെന്ന് പറഞ്ഞാൽ സില്ലിയാണ്. അവർക്ക് ആലോചിക്കാനും ബുദ്ധിയോടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനും സ്ട്രോങ് ആയിട്ട് നിൽക്കാനും ഒന്നുമുള്ള ശക്തിയുള്ള ഒരു പെണ്ണല്ല. അപ്പോൾ ഒരാൾ ഇപ്പോൾ കുറേ പേര് അങ്ങനെ ഉണ്ടാവും എന്ന് വെച്ചിട്ട് എല്ലാവരെയും ജനറലൈസ് ചെയ്ത് കാണേണ്ട കാര്യമുണ്ടോ? പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജനറലൈസ് ചെയ്ത് കാണുന്നത് കുറച്ച് പെണ്ണുങ്ങൾ ചിലപ്പോൾ റോഡിൽ ഇറങ്ങുമ്പോഴത്തേക്ക് അവർ സില്ലിയായിട്ടായിരിക്കും പെരുമാറുന്നത്. അല്ലെങ്കിൽ അവർ സ്കൂട്ടർ എടുത്തുകൊണ്ട് അവർക്ക് നേരെ ഓടിക്കാൻ അറിഞ്ഞുകൂടാതെ അവർ തുഴഞ്ഞൊക്കെ ആയിരിക്കും പോകുന്നുണ്ടാവുക. എന്ന് പറഞ്ഞ് എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാണെന്ന് കാണുന്നത് നല്ലതാണോ? അല്ല. അതേപോലെ വിമൻ കോഫി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻസുമായിട്ട് ഒരു കാലത്ത് അത് ട്രെൻഡിങ് ആയിരുന്നല്ലോ.
പെണ്ണുങ്ങളെല്ലാം സില്ലിയാണ്. അവർക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനോ സ്വന്തമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനോ ആലോചിക്കാനോ സെൻസിബിളായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു രീതിക്കാണ് കണ്ടു വച്ചേക്കുന്നത്. കുറച്ച് പേര് അങ്ങനെയാണെന്ന് തോന്നി എല്ലാവരും അങ്ങനെ കാണണോ? അപ്പോൾ വിവേകമുള്ള പെണ്ണുങ്ങളും ഉണ്ട്, സെൻസിബിളായിട്ടുള്ള പെണ്ണുങ്ങളും ഉണ്ട്, സ്വന്തമായിട്ട് കാര്യങ്ങൾ ആലോചിക്കാനും തീരുമാനം എടുക്കാനും എല്ലാത്തിനും കഴിവുള്ള പെണ്ണുങ്ങളും ഉണ്ട്. അപ്പം എല്ലാവരെയും കൂടി ഒരുമിച്ച് ജനറലൈസ് ചെയ്ത് കാണേണ്ട കാര്യമില്ല. പിന്നെ ആണുങ്ങളെ അതേപോലെ തന്നെ കാണേണ്ട കാര്യമില്ല. ആണുങ്ങളും മോശമായിട്ടുള്ളവരുമുണ്ട്, നല്ലവരുമുണ്ട്. അപ്പോൾ എല്ലാവരെയും ഒരേപോലെ കാണുന്ന ആളാണ് ഞാനെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. എനിക്കറിയാം നല്ലതും ചീത്തയും ഉണ്ട്, എല്ലാ കാര്യത്തിലും നല്ലതും ചീത്തയും ഉണ്ട്. ഇതെല്ലാം കണ്ടു തന്നെ ഞാൻ പെരുമാറുന്നത്. പിന്നെ ഇപ്പം ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതോ എഗ്രി ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ ഇതിനെക്കുറിച്ച് പറയാൻ? കമൻറ്റ്. ബൈ.